ഹലോ, കോങ്ങാട് വ്ളോഗിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വരൂ കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുക്കാം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കോങ്ങാട് വ്ളോഗിൻ്റെ 3rd എപ്പിസോഡാണ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ. 3rd എപ്പിസോഡിൽ കോങ്ങാട് ടൗണും ഉച്ചേരിമല, ഒടിയൻ ഷൂട്ട് ചെയ്ത സ്ഥലം, പഞ്ചായത്ത് ഓഫീസ്, കുറച്ച് ഗവൺമെൻറ് ഓഫീസുകൾ, സ്കൂളുകൾ അങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. വീഡിയോയ്ക്ക് പോകുന്ന ഒരു കാര്യം, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ഇതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കോങ്ങാട് ടൗണാണ് പരിചയപ്പെടുത്തുന്നത്. കോങ്ങാട് ചലിക്കിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അവിടെ മുതലാട്ടോ കോങ്ങാട് ടൗണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോങ്ങാട് ടൗണിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കേട്ടോ കോങ്ങാട്. പണ്ടേ പേര് കേട്ട 2 ചന്തകളുണ്ട് കോങ്ങാട്. റോഡ് സൈഡിലായിട്ട് തന്നെ വളരെ ചെറിയൊരു അമ്പലമുണ്ട്. ചെല്ലാംകുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രം കേട്ടോ. വളരെ ചെറിയ അമ്പലമാണ്, എന്നാലും വളരെ ശക്തിയുള്ള ദേവിയാണ് ഇവിടെ ഉള്ളത്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട്. പെൻഡ മെഡിക്കൽ സെന്റർ എന്നാണ്. ഇവിടെ നല്ല നല്ല ഡോക്ടേഴ്സിന്റെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് നമുക്ക്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഫാർമസി ഉണ്ട്. അവിടെ എല്ലാ മരുന്നുകളും നമുക്ക് ലഭ്യമാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് കോങ്ങാട് ടൗണിലേക്കാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ഇതിൻ്റെയൊക്കെ അടുത്തായിട്ട് യശോദ കല്യാണ മണ്ഡപം. ഇപ്പൊ കോങ്ങാടിൽ തന്നെ വളരെ വലിയൊരു മണ്ഡപങ്ങളിൽ ഒന്നാണ് യശോദ കല്യാണ മണ്ഡപം കേട്ടോ. ഇപ്പൊ കൊറോണയൊക്കെ ആയ കാരണം എല്ലാ കല്യാണ മണ്ഡപത്തും പൊതുവെ തിരക്കൊക്കെ കമ്മിയാണല്ലോ. ഇതാണ് വളരെ വലിയൊരു കല്യാണ മണ്ഡപം കേട്ടോ ഇത്. അതും കൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് പണിതാണ് ഈ പോലീസ് സ്റ്റേഷൻ. പണ്ട് കോങ്ങാട് ടൗണിന്റെ ഇറക്കത്തിലായിരുന്നു, ഇപ്പോൾ അത് GUP സ്കൂളിന്റെ അടുത്താണ്. ഈ പോലീസ് സ്റ്റേഷനോടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് GUP സ്കൂൾ കോങ്ങാട്ടിലേക്കാണ്. ഈ കാണുന്ന കേട്ടോ ഗവൺമെന്റ് UP സ്കൂൾ കോങ്ങാട്. ഈ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ 128 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്കൂളാണ്. മാത്രമല്ല പാലക്കാട് ജില്ലയിലെ മികച്ച സർക്കാർ പ്രൈമറി വിദ്യാലയമാണ്. അപ്പോൾ ഇവിടെ പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയാണ് പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 1200 കുട്ടികളോളം ഇവിടെ പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിയാൻ പറ്റിയത്. ഈ കാണുന്നത് നിറവ് എന്നുള്ള PTA പബ്ലിക് ലൈബ്രറിയാണ്. കുട്ടികളുടെ വായനാശീലമൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയതാട്ടോ. ഇത് കുട്ടികൾക്ക് വളരെ നന്നായിട്ട് പ്രയോജനപ്പെടും എന്നതിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ കഴിവ് തെളിയിക്കാനായിട്ട് ടീച്ചേഴ്സ് ആയാലും സാറുമാരായാലും വളരെ സപ്പോർട്ടീവായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. ചുമലിൽ തന്നെ കണ്ടോ, എല്ലാ നമ്മളെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് മുതൽ മഹാകവികളായി എല്ലാവരുടെയും ചിത്രങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് എങ്ങനെയൊക്കെ അവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും അങ്ങനെ എല്ലാ രീതിയിലും അവരെ സ്കൂളിന് ആക്കി മാറ്റിയെടുക്കുകയാണ്. വളരെ നല്ലൊരു സ്കൂളാട്ടോ. ഇപ്പോൾ കോങ്ങാട് സ്കൂള് ഗവൺമെന്റ് UP സ്കൂൾ എന്ന് പറഞ്ഞാൽ വളരെ പേരുകെട്ട സ്കൂൾ തന്നെയാണ്, നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ സ്കൂൾ ബസ്സാണത്. ഞങ്ങൾ പോയ സമയത്ത് സ്കൂളൊക്കെ അടച്ചിരിക്കുകയായിരുന്നു, എന്നാലും നമ്മൾക്ക് കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഈ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ടെലിഫോൺ ഓഫീസ് വരുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് കോങ്ങാട് ടൗണിലേക്കാണ്. അവിടെ നിരവധി ഗവൺമെന്റ് സ്ഥാപനങ്ങളായ പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ടെലിഫോൺ എക്സ്ചേഞ്ച്, KSEB, പോലീസ് സ്റ്റേഷൻ, കൃഷിഭവൻ, ലൈബ്രറി, മൃഗാശുപത്രി, ആയുർവേദ ഡിസ്പെൻസറി, ഹോമിയോ ഡിസ്പെൻസറി, UP സ്കൂള്, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂള്, പ്രൈവറ്റ് കോളേജുകൾ, സ്റ്റേറ്റ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, കനറ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, പിന്നെ ഗോൾഡ് ലോണായിട്ട് മുത്തൂറ്റ്, മണപ്പുറം, കൊശമേറ്റം, PNY സഭ, വലുതും ചെറുതുമായ നിരവധി റെഡിമെയ്ഡ് ഷോപ്പുകൾ. കോങ്ങാട് ടൗണിൽ തന്നെ തമ്പി അണ്ണന്റെ ഇഡ്ഡലിക്കട വളരെ പ്രശസ്താട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് കോങ്ങാട് പത്തിരിപ്പാല റോട്ടിലേക്കാണ്.
ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാലാണ് പത്തിരിപ്പാല റോട്ടിലേക്ക് പോകുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് പത്തിരിപ്പാല റോട്ടിലേക്കാട്ടോ. ഇനി നമ്മൾ പത്തിരിപ്പാല റോട്ടിലേക്ക് തിരികെയാണ്. ഈ കാണുന്നതാണ് ഫെഡറൽ ബാങ്ക്. ഇവിടെ തന്നെ ഒരു ENT സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, സുരേഷ് ഡോക്ടറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ചെറിയ ക്ലിനിക്ക് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ നമുക്ക് ഈ പോണ വഴി കൂടെ തന്നെ ഷോർട്ട് കട്ടായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്കുള്ള വഴി അതും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ നേരെ പോകുന്നത് പത്തിരിപ്പാല റോട്ടിൽ തന്നെ ഒരു മുസ്ലിം പള്ളിയും അതേപോലെ തന്നെ അവരുടെ മദർസയുണ്ട്. ഈ കാണുന്നതാട്ടോ അവരുടെ പള്ളി, വളരെ വലിയ പള്ളിയാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ അവരുടെ മദർസയുണ്ട്. ഈ കാണുന്നതാണ് അവരുടെ മദർസ. ഇനി നമ്മൾ നേരെ പോകുന്നത് തേനൂര് മുച്ചേരി റൂട്ടിലേക്കാണ്. ഈ റൂട്ടിൽ കൂടെ കേട്ടോ നമ്മൾ തേനൂര് മുച്ചേരിക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുച്ചേരി മലയിലോട്ടാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് മുച്ചേരി മല തുടങ്ങായിട്ടോ. വളരെ ഭംഗിയായ സ്ഥലം തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അതിസുന്ദരം തന്നെ പറയാൻ പറ്റും കേട്ടോ. രണ്ട് സൈഡും കാടുകളായിട്ട് നമ്മൾ ശരിക്കും പറയാം ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു ഫീലിംഗ് ആണ് നമുക്കുണ്ടാവുക. നല്ല രസം കേട്ടോ. അധികം വണ്ടി സർവീസൊന്നും ഇല്ല. ഇടയ്ക്ക് ബസ്സൊക്കെ ഓടുന്നുണ്ട്, എന്നാലും നമുക്ക് അധികം ബസ് റൂട്ടും അതേപോലെ വാഹനങ്ങളൊന്നും അധികം ഓടാത്തൊരു സ്ഥലം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവുക. എങ്ങനെ നോക്കിയാലും നമുക്ക് രണ്ട് സൈഡും കാടുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയാലുള്ള പ്രതീതിയാണ് നമുക്ക് ഈ മുച്ചേരി മലയുടെ ഉള്ളിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടാറ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ത് നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്നല്ലേ. ഒത്തിരി ദൂരമുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒരുപാട് ദൂരമുണ്ട്. കോങ്ങാട് നമ്മൾ ഷോർട്ട് കട്ടിൽ തേനൂർക്ക് പോകുന്ന റൂട്ടാണിത്. ഈ മുച്ചേരി റൂട്ടിൽ ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. വളരെ ഭംഗിയായ ലൊക്കേഷൻ തന്നെയാണ്. ഒത്തിരി സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്ഥലം അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനടുത്ത് പറയുകയാണെങ്കിൽ ഈ മുച്ചേരിയുടെ അടുത്ത് തന്നെ ആയിട്ടാണ് നമ്മൾ ഓടിയൻ സിനിമയുടെ ഷൂട്ട് നടന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ഭംഗിയായത്, അതിസുന്ദരമായത് എന്നൊക്കെ പറയില്ലേ, ശരിക്കും നല്ല പറയാൻ വാക്കുകളില്ല കേട്ടോ. അത്ര നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പൊതുവെ പകൽ സമയത്താട്ടോ ഇവിടെ കൂടുതൽ ആൾക്കാർ യാത്ര ചെയ്യാറ്. രാത്രിയാകുമ്പോൾ എല്ലാവരും പൊതുവെ ഒന്ന് മടിക്കുന്ന സ്ഥലമാണ്. കാരണം കാട്, നമുക്ക് വണ്ടി പെട്ടെന്നൊക്കെ ഒരു ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ പകൽ സമയത്ത് പോകാൻ പറ്റിയ നല്ല സുന്ദരമായ സ്ഥലം, അടിപൊളി സ്ഥലം എന്നൊക്കെ പറയില്ലേ, അത് ഇതാട്ടോ. അപ്പോൾ പോവാത്തവർ ആരും ഉണ്ടാവില്ല. അതേപോലെ തന്നെ പുറത്തുനിന്ന് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇതിൽ കൂടെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കാറിലോ ബൈക്കിലോ എന്തിലെങ്കിലും യാത്ര നടത്തണം കേട്ടോ. ശരിക്കും നല്ലൊരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടാറെന്നല്ല, നിങ്ങൾക്ക് കിട്ടുന്നത് അത് തന്നെ ആയിരിക്കും കേട്ടോ.
കൊച്ചേരി മല കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ഒടിയൻ്റെ ഷൂട്ട് നടന്നതെന്ന് പറഞ്ഞില്ലേ. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഈ മല കണ്ടോ, അതിൻ്റെയൊക്കെ അങ്ങോട്ടാട്ടോ നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഈ വഴി കൂടെയാണ് നമ്മൾ ഒടിയൻ്റെ ഷൂട്ടിലേക്കായിട്ട് അവരെടുത്ത സ്ഥലം ഇവിടെയാണ്. ഈ സ്ഥലമൊക്കെ ഒടിയൻ്റെ ഷൂട്ടിലേക്ക് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അറിയില്ല, കാരണം അവർ ഈ സ്ഥലം ആകെ ഒരു പ്രത്യേക ഗ്രാമം തന്നെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ അതിമനോഹരമായിട്ട് കേട്ടോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ഈ സ്ഥലമാണെന്ന് പോലും പറയാൻ പറ്റില്ല. ഒരുപാട് വീടുകളും ഒത്തിരി വെറൈറ്റീസ് ആക്കിയിട്ടാണ് അവർ ചെയ്തത്. ഇത് അവിടുത്തെയുള്ള മലകളൊക്കെയാണ്, മലയുടെ താഴെയും നല്ല ശരിക്കും ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഇത്. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അപ്പം നമുക്ക് കാണുന്ന സമയത്ത് വെറും ഒരു ഗ്രൗണ്ടിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നാൽ ആ ഒടിയൻ്റെ ഷൂട്ട് സമയത്ത് ഒരു ഗ്രാമം തന്നെ ഉണ്ടാക്കിയ സ്ഥലം കേട്ടോ ഇത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ സ്ഥലത്താണ് അവരെല്ലാം ഇത്രയും സംഭവങ്ങൾ ഒരുക്കിയത്. ഈ ഗ്രൗണ്ടും അതിൻ്റെ താഴെയുള്ള സ്ഥലങ്ങളും കൂടി ചേർത്തിട്ടാണ്. ഇനി നമ്മൾക്ക് ഒടിയൻ്റെ സ്ഥലവും കൂടെ കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ പോകുന്നത് പത്തിരിപ്പാല റോഡിൽ നിന്ന് നേരെ കോങ്ങാട് ടൗണിലേക്ക് കേട്ടോ. നേരെ പോയി ലെഫ്റ്റിലേക്ക് പത്തിരിപ്പാല, റൈറ്റിലേക്ക് കോങ്ങാട്. ഈ പോകുന്ന സമയത്ത് ഈ വഴിയിൽ തന്നെയാണ് കോങ്ങാടുള്ള മറ്റൊരു വലിയൊരു ഓഡിറ്റോറിയമാണ്, മഹാറാണി പാലസ് ആണ്. ഇത് കോങ്ങാട് തന്നെ വളരെ വലിയൊരു കല്യാണ മണ്ഡപങ്ങളിൽ ഒന്ന് തന്നെ കേട്ടോ. മഹാറാണി പാലസ് എന്നാണ് ഇതിൻ്റെ പേര്. കൊറോണയൊക്കെ കാരണം എല്ലാവർക്കും ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ വന്ന കാരണം അധിക കല്യാണങ്ങളൊന്നും നടക്കുന്നില്ല. വളരെ വലിയൊരു കല്യാണ മണ്ഡപം അത്. അതും കൂടെ കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ പോകുന്നത് തിരിച്ച് കോങ്ങാട് ടൗണിലേക്ക് തന്നെയാണ്. ഈ കാണുന്നതാണ് കോങ്ങാട് പോലീസ് സ്റ്റേഷൻ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ബോർഡ് കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. ഇപ്പോൾ മാറ്റിയിട്ടാണ് UP സ്കൂളിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇനി നമ്മൾക്ക് നേരെ കോങ്ങാട് ടൗണിലേക്ക് പോവാട്ടോ. വലുതും ചെറുതുമായ നിരവധി റെഡിമെയ്ഡ് ഷോപ്പുകളാണ് കോങ്ങാട് സെൻറ്ററിലുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കോങ്ങാട് ടൗണിൽ തന്നെയുള്ള ഓട്ടോ ചേട്ടന്മാരെയാണ്. നമ്മൾ ഭാരതീയർക്ക് അത് എവിടെയായാലും ഏത് ടൗണിലായാലും വില്ലേജ് ആയാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് ചേട്ടന്മാരുണ്ട്. അതാരാണതല്ലേ, നമ്മുടെ ഓട്ടോ ചേട്ടന്മാർ തന്നെയാണ്. ഏത് നാട്ടിലായാലും ഒരു ഓട്ടോ പോലും ഇല്ലാത്ത ഒരു വില്ലേജോ ഒരു ടൗണോ ഉണ്ടാവില്ല. മാത്രമല്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടി വരാൻ മനസ്സുള്ളവർ കൂടി കേട്ടോ നമ്മുടെ ഓട്ടോ ചേട്ടന്മാർ. ഈ ഓട്ടോ ചേട്ടന്മാർ മാത്രമല്ല, ലോകത്ത് ഓടുന്ന ഓരോ ഓട്ടോ ചേട്ടന്മാർക്കും അവരുടെ സാഹചര്യമായിരിക്കും, പെട്ടെന്ന് സഹായിക്കുന്ന ഒരു മനസ്സ് എന്തായാലും അവർക്ക് ഉണ്ടാവും. ഇത് പറയാൻ കാരണം എൻ്റെ അച്ഛൻ ഒരു ഓട്ടോക്കാരനാണ്. ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഓട്ടോക്കാരുടെ മനസ്സ് വളരെ നല്ല മനസ്സാണെന്ന്. ഇപ്പോൾ നമ്മൾ അറിയാത്ത സ്ഥലമാണെങ്കിൽ പോലും നമ്മൾ ഓട്ടോക്കാരോടാണ് പെട്ടെന്ന് പറയാറ് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന്. നമ്മൾ ആദ്യമേ തന്നെ കയറുമ്പോൾ പറയാറ് നമുക്ക് സ്ഥലം അറിയാറില്ല, അവിടെ എത്തിക്കണം എന്നാണ്. എന്നാൽ വളരെ കൃത്യമായിട്ട് സത്യസന്ധതയോടെ പ്രവർത്തിക്കുന്ന ഒത്തിരി ഓട്ടോ ചേട്ടന്മാരുണ്ട് കേട്ടോ. അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കോങ്ങാട് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാട്ടോ കോങ്ങാട് ചന്ത നടക്കുന്നത്. പണ്ടേ പേരുകേട്ട അതാണ് കോങ്ങാട് ചന്ത. ഇത് തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് ചന്ത നടക്കാറ്. അപ്പോൾ ഇവിടെ നിന്ന് പച്ചക്കറി മുതൽ നമുക്ക് വേണ്ട എല്ലാ സാധനവും ഈ ചന്തയിൽ ഉണ്ടാവും കേട്ടോ. തിങ്കളാഴ്ച ദിവസങ്ങളിൽ വന്നാൽ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഈ ചന്തയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കും. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയാലേ പിന്നെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഓട്ടോ ചേട്ടന്മാരെ തന്നെയാണ്.
ഇത് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഓട്ടോ ചേട്ടന്മാരാണ്. നമ്മൾ ഒരു സൈഡിലെ ഓട്ടോ ചേട്ടന്മാരെയാണ് കാണിച്ചത്. ഇത് ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഓട്ടോ ചേട്ടന്മാരാട്ടോ. കോങ്ങാട് ടൗണിൽ തന്നെ ഒത്തിരി ഓട്ടോസ് ഉണ്ട്. അപ്പോൾ കുറച്ച് പേര് നമ്മൾ കണ്ടിട്ടുള്ളൂ, ബാക്കിയുള്ളവർ പുറത്ത് ഓട്ടത്തിന് പോയതാണെന്ന് വിചാരിക്കുന്നു. ഈ ടൗണിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന കന്നുകാലി ചന്തയാണ്. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം കേട്ടോ കന്നുകാലി ചന്ത. വളരെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കന്നുകാലി ചന്തയാണ്. ഈ കന്നുകാലി ചന്തയും എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് കേട്ടോ. ഈ കന്നുകാലി ചന്തയും കൂടെ കഴിഞ്ഞാൽ ഇനി നമ്മൾ കോങ്ങാട് ടൗണിൽ കൂടെ തന്നെ നേരെ പോകുന്നത് കോങ്ങാട് ടൗണിൽ തന്നെ കുറച്ച് അപ്പുറത്തേക്കായിട്ടുള്ള KPRP ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ്. ഒരുപാട് ചെറുത് വലുതുമായ നിരവധി ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട്, ബിവറേജ് ഷോപ്പുണ്ട്, നല്ല നല്ല ഹോട്ടലുകളുണ്ട്. ഈ കാണുന്നതാണ് കാനറ ബാങ്ക് കേട്ടോ. ഇതിൻ്റെയൊക്കെ കുറച്ച് അടുത്ത് തന്നെയായിട്ട് തന്നെയാണ് ധനലക്ഷ്മി ബാങ്ക് ഉള്ളത്. ഈ കാണുന്നതാണ് ഒരു പെട്രോൾ പമ്പ്. ഒന്ന് കുറച്ച് അപ്പുറത്തേക്കാണ് ഓയിൽ മില്ലുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അങ്ങോട്ടാണ്. നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം. ഈ കാണുന്നതാണ് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബിൽഡിംഗ്. അതിൻ്റെ ഓപ്പോസിറ്റിനായിട്ടോ പോസ്റ്റ് ഓഫീസും ഉള്ളത്. ഈ റൂട്ടിൽ കൂടെയാണ് നമ്മൾ KPRP ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്നത്. ഇത് അവിടുത്തെ പോസ്റ്റ് ഓഫീസാണ്, കോങ്ങാടിലെ പോസ്റ്റ് ഓഫീസാണ്. PVR മെമ്മോറിയൽ ബ്ലോക്ക്. ഇതാണ് KPRP സ്കൂളിൻ്റെ ഫ്രണ്ടായിട്ട് നമ്മൾ കോങ്ങാട് ടു ചെർപ്പളശ്ശേരി റൂട്ടിൽ പോകുമ്പോൾ നമുക്ക് ഇതാണ് ഫസ്റ്റ് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് KPRP സ്കൂളിൻ്റെ എൻട്രൻസിലോട്ട് അങ്ങോട്ട് പോവാം. KPRP സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല സ്കൂളാട്ടോ. വർഷങ്ങളോളം പഴക്കമുള്ളൊരു സ്കൂൾ തന്നെയാണത്. വളരെ പേരുകേട്ട സ്കൂൾ കൂടിയാണ്. UP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 2000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഈ സ്കൂളിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഹൈടെക് ക്ലാസ് റൂമാണ്. എന്തിനും ഏതിനും സഹായിക്കുന്ന നല്ല ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. NCC ഗേൾസിനായിട്ട് ഗൈഡ്സ്, ബോയ്സിന് സ്കൗട്ട്, JRC, നിരവധി ക്ലബ്ബുകളുണ്ട്. അതേപോലെ കുട്ടികളുടെ യാത്രാ സൗകര്യത്തിനായിട്ട് 6-7 ബസ്സുകളുണ്ട്. വൃത്തിയുടെ കാര്യത്തിലാണ് പറയാനില്ല. വളരെ വൃത്തിയായിട്ടുള്ള നല്ലൊരു അടിപൊളി സ്കൂൾ തന്നെയാണ്. പാരമ്പര്യം നിലനിർത്തി പോകുന്ന നല്ലൊരു സ്കൂളാട്ടോ. വിജയശതമാനം ഇപ്രാവശ്യം വളരെ കൂടുതലാണ്. അത് കുട്ടികളുടെ ഭാഗത്തു നിന്നും ടീച്ചറുടെ ഭാഗത്തു നിന്നും അവരുടെ കോർപ്പറേഷൻ കൊണ്ട് മാത്രം ഉണ്ടായതാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ വളരെ നല്ല സ്കൂളാട്ടോ KPRP സ്കൂള്. മാത്രമല്ല ഇവിടെ വലിയ ഗ്രൗണ്ടാണ് ഉള്ളത്. വർഷങ്ങളായിട്ട് മികവിൻ്റെ പാതയിൽ തന്നെയാണ് നമ്മുടെ KPRP ഹയർ സെക്കൻഡറി സ്കൂളും. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നും നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. KPRP ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നമ്മൾ ഇനി നേരെ പോകുന്നത് കോട്ടപ്പടിയിലുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലേക്കാണ്. ആദ്യത്തെ വെറ്റിനറി ഹോസ്പിറ്റൽ ഇങ്ങനെ ആയിരുന്നില്ല, അത് പഴയതായിരുന്നു. ഇപ്പോൾ പുതുക്കി പണിതാണ്. ഈ കാണുന്ന ഫൗണ്ടേഷൻ അതിൻ്റെ കല്ല് അത് പുതിയത് ബിൽഡിങ്ങിലേക്ക് അവർ മാറ്റിയതാണ്. ഇവിടുത്തെ ഡോക്ടർ വളരെ നല്ല ഡോക്ടറാട്ടോ. മൃഗങ്ങൾക്ക് വളരെ നല്ല ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്.
വെറ്റിനറി ഹോസ്പിറ്റലും കൂടെ കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് നേരെ തിരിച്ച് കോങ്ങാട് ചെർപ്പളശ്ശേരി റൂട്ടിലേക്ക് തന്നെ പോവുകയാണ്. ഈ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് പ്രൈവറ്റ് കോളേജ് വിശ്വഭാരതി കോളേജ് കൂടി കാണാൻ സാധിക്കും. ഈ പ്രൈവറ്റ് കോളേജും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതാണ്. +1 മുതൽ ഡിഗ്രി കോഴ്സുകൾ വരെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ MA കോഴ്സ് കൂടി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ അധ്യാപകരും കുട്ടികളെ മികവിന്റെ പാതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് ഈ കഴിഞ്ഞ വർഷം അവർക്ക് വളരെ വിജയശതമാനം കൂടുതലായിരുന്നു. വിശ്വഭാരതി കോളേജ് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു ചെറിയ സ്കൂളുണ്ട്. മൗണ്ട് സീന സ്കൂളാണ്. ഈ സ്കൂളും വളരെ നല്ല സ്കൂളാട്ടോ. ഇവിടെ LKG മുതൽ 4ാം ക്ലാസ് വരെയാണുള്ളത്. മൗണ്ട് സീന കരട് സ്കൂൾ തന്നെയാണ്. അതിന്റെ സബ്ബാണ് ഇവിടെ ചെയ്യുന്നത്. മൗണ്ട് സീന സ്കൂൾ കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് പഞ്ചായത്ത് ഓഫീസിലോട്ടാണ്. ഈ പോകുന്ന വഴിക്ക് പുതിയൊരു ഹോസ്പിറ്റൽ കൂടിയുണ്ട്. അതുകൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിന് മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞ 2ാമത്തെ പെട്രോൾ പമ്പ് കൂടി നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതാണ് 2ാമത്തെ പെട്രോൾ പമ്പ്. ഈ പെട്രോൾ പമ്പിന്റെ അടുത്ത് തന്നെയായിട്ടാണ് ഹോസ്പിറ്റൽ വരുന്നത്. ഈ കാണുന്നതാട്ടോ ഹോസ്പിറ്റല് KP മെഡിക്കൽസ്. ഇപ്പൊ പുതിയതായിട്ട് വന്നാണ്. പുതിയത് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായി ഇത് വന്നിട്ട്. വളരെ നല്ല ട്രീറ്റ്മെന്റ് ആട്ടോ ഇവിടെ നിന്ന് ലഭിക്കുന്നത്. 24 hours ഡോക്ടേഴ്സ് ഉണ്ട്. കുട്ടികൾക്കായിട്ട് പ്രത്യേക സ്പെഷ്യൽ ഡോക്ടർമാരുണ്ട്. നമുക്ക് പെട്ടെന്ന് എന്തൊരു ആവശ്യം വന്നാലും നമുക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയാണിത്. ഈ ഹോസ്പിറ്റൽ കൂടി കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ എത്തുന്നത് കോങ്ങാട് പഞ്ചായത്ത് ഓഫീസിലേക്കാണ്. ഈ പഞ്ചായത്ത് ഓഫീസ് മഞ്ചേരിക്കാവിന്റെ അടുത്താണ് ഉള്ളത്. കോങ്ങാട് മഞ്ചേരിക്കാവിന്റെ അടുത്ത് തന്നെ വേറൊരു ഓഡിറ്റോറിയം ഉണ്ട്. മണീസ് ഓഡിറ്റോറിയം ആണ്. അത്യാവശ്യം നല്ല വലിയൊരു ഓഡിറ്റോറിയം തന്നെയാണ് കേട്ടോ. ഇത് ഈ കാണുന്നതാണ് മണീസ് ഓഡിറ്റോറിയം. പ്രിയമുള്ളവരെ, എങ്ങനെയുണ്ട് കോങ്ങാട് ടൗണ്? ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താൻ പോവാണ്. ഏകദേശം 20-25 മിനിറ്റ് ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡുമായി ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.